നിലയിൽ ശ്രീ വിനയൻ ശ്രീ സിബി മലയിലാണ് സംസാരിച്ചത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് അറിയിച്ചത് 20 അംഗങ്ങൾ ഫെഫ്കയെ സമീപിച്ചു, ട്രേഡ് യൂണിയൻ ആകുക എന്ന തരത്തിലാണ്. അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത് വിനയൻ, താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? അല്ല, അത് ചിലപ്പോ എനിക്ക് തോന്നുന്നത് ഇതൊരു ക്ലബ്ബ് കണക്ക് പോകുന്ന ഒരു സംഘടന. അവർക്ക് അതിനകത്ത് കയറണമെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോ ഈ സിനിമയിൽ അഭിനയിക്കുന്നവരെന്ന് പറഞ്ഞാല് ഈ പറയുന്ന ഇവരുടെ കൂടെയുള്ള 500 പേരൊന്നും അല്ല, 1, 2, 3 സിനിമകളിലൊക്കെ അഭിനയിച്ച ആയിരക്കണക്കിന് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അവരൊക്കെ സംഘടിപ്പിച്ചൊരു ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ കിട്ടുക എന്ന് പറയുന്നൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല നമ്മുടെ കേരളത്തിൽ. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ലൈം ലൈറ്റ് നിൽക്കുന്ന എത്ര പേരുണ്ടാകും? അവരുടെ ഒരു ആഗ്രഹപ്രകാരം അവർക്കൊരു ട്രേഡ് യൂണിയനായിട്ട് പോകുന്നത് നന്നായിരിക്കും എന്നൊരു ആഗ്രഹം കൊണ്ടാണോ ഇങ്ങനെ വന്നിരിക്കുന്നത്? എനിക്കറിയില്ല, എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. ഞാൻ ഇന്ന് ഏതായാലും ഹൈക്കോടതിയിൽ ഇപ്പോ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്നും ബി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്നും പറഞ്ഞ് എന്റെ രേഖകളെല്ലാം ഉണ്ണികൃഷ്ണൻ ഒഴിഞ്ഞെന്ന് പറയല്ലേ. ഞാൻ ഇന്നലെ കേസ് ഫയൽ ചെയ്തു. ഉണ്ണികൃഷ്ണൻ ഒഴിഞ്ഞാലും ഒഴിഞ്ഞില്ലേലും ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കും എന്നുള്ള ഡെഫിനിറ്റാ. കാരണം തൊഴിൽ നിഷേധത്തിന് സുപ്രീം കോടതി ഫൈനടിച്ച ഒരു തൊഴിലാളി നേതാവ് ഈ നയരൂപീകരണ സമിതിയിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ എന്ന് വെള്ളരിക്കപ്പെട്ടണോ ഇത്? അയാള് തൊഴിൽ നിഷേധം നടത്തി എന്നുള്ളതിന് 10,000 രൂപ ഫൈനടയ്ക്കുകയും അത് സുപ്രീം കോടതി അയാൾ നടത്തിയിട്ടുണ്ടെന്ന് ശരിവെക്കുകയും ചെയ്ത ഒരു തൊഴിലാളി നേതാവാണ്. അതുകൊണ്ട് തന്നെ ഞാനത് പാടില്ലെന്നും പറഞ്ഞ് ഞാനത് 3 ദിവസമായിട്ട് അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് അറിഞ്ഞിട്ടാണോ അദ്ദേഹം പിന്മാറിയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഉണ്ണികൃഷ്ണ സമിതിയിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ നിയമ വ്യവസ്ഥ അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ ഉണ്ടാകാൻ പാടില്ല. അത് ഒരു കാര്യം. ഇത് പിന്നെ നല്ല കാര്യമാണ് ട്രേഡ് യൂണിയൻ വരുന്നതാണ് എന്റെ അഭിപ്രായം. ഈ അമ്മയെ ഈ ട്രേഡ് യൂണിയന്റെ ഒരു സ്വഭാവം ഇല്ലാത്തത്, അമ്മയുടെ ഈ ഒരു വെൽഫെയർ സൊസൈറ്റി അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടനയിൽ പോകുന്നത് അമ്മയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഒരു കാരണമായെന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? അല്ല, ട്രേഡ് യൂണിയൻ അല്ല, അത് ഏത് ക്ലബ്ബാണേലും ട്രേഡ് യൂണിയൻ ആണല്ലോ അതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാരുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും ഈ പോക്കൊക്കെ. ഇപ്പം ബി ഉണ്ണികൃഷ്ണൻ ട്രേഡ് യൂണിയൻ നേതാവായിരിക്കുമ്പോഴല്ലേ ഫൈൻ മേടിച്ചത്. തൊഴിൽ നിഷേധം നടത്തി തിലകൻ ചേട്ടനെയും എന്നെയൊക്കെ കണക്കുള്ളവരെ തൊഴിൽ ചെയ്യാൻ സമ്മതിച്ചില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഫൈൻ അടിച്ചതും ഈ അമ്മയ്ക്കും 4,05,000 60,000 രൂപയാണ് അടിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ ഫൈൻ കിട്ടി, ഫെഫ്കയുടെ പ്രസിഡന്റ് സിബി മലയിലിന് കിട്ടി. അതൊക്കെ ആ ട്രേഡ് യൂണിയൻ ആയിരിക്കുമ്പോഴാണല്ലോ ഫെഫ്കയ്ക്ക് കിട്ടിയത്. അപ്പൊ അതുകൊണ്ടൊന്നും കാര്യമില്ല. നേതൃത്വത്തിൽ ആരിയ്ക്കുന്നു, അതാര് നയിക്കുന്നു, അവരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും അതിന്റെ തൊഴിലാളി സ്നേഹവും അല്ലെങ്കിൽ ട്രേഡ് യൂണിയനിസവും ഒക്കെ വർക്കൗട്ട് ആകുക. പക്ഷെ ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പം വേറെ ചില തലമുണ്ട്. അതിനകത്ത് ഇവർ ഈ പറയുന്ന ഇത്ര ലക്ഷം രൂപ തന്നാലേ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊന്നും വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടി ജനകീയമാവും തോന്നുന്നു അത്. പിന്നെ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ആയിരക്കണക്കിന് മെമ്പർമാര് ചിലപ്പോൾ അതിനകത്ത് ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും ഒക്കെ അതിനകത്ത്, കാരണം അവരൊക്കെ നടീനടന്മാരാണല്ലോ. ഇപ്പൊ അവർക്ക് ചെറിയ വേഷങ്ങൾ കിട്ടുന്നതുകൊണ്ട് അവരെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് വിളിക്കുന്നെങ്കിലും ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആയിരക്കണക്കിന് പേരുണ്ട് നമ്മുടെ ഇവിടെ. അവർ ഡയലോഗ് പറയുന്നവരും അവർ നല്ലപോലെ റിയാക്ട് ചെയ്യുന്ന അഭിനയം കാഴ്ചവെക്കുന്നവരും ഒക്കെ ധാരാളം ഉണ്ട്. അപ്പൊ അവരൊക്കെ ഈ ട്രേഡ് യൂണിയൻ വരുമ്പോൾ അതിനകത്ത് വരും. അപ്പോ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഒരു വലിയ ട്രേഡ് യൂണിയനാക്കി അത് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ശരി, നന്ദി ശ്രീ വിനയൻ.